Hey, this is Sachin and welcome back to another video of this Python tutorial series. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിനകത്തെ പിപ്പ് എന്ന് പറയുന്ന ഒരു പാക്കേജ് മാനേജറും അതുപോലെ തന്നെ വിർച്വൽ എൻവയോൺമെന്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് പിപ്പ് എന്ന് പറയുന്നത്? പിപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പാക്കേജ് മാനേജറാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഒരു പാക്കേജ്? ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മൊഡ്യൂൾസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ക്ലാസ്സസും മെത്തേഡ്സും ഒക്കെ ഉള്ള ഒരു പൈത്തൺ ഫയലിനെ നമ്മൾ മൊഡ്യൂൾ എന്ന് വിളിക്കും. ഇതുപോലെ മറ്റ് ഡെവലപ്പേഴ്സ് ഒരുപാട് മൊഡ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ആ മൊഡ്യൂൾസിന് പലതരത്തിലുള്ള ഫംഗ്ഷനാലിറ്റീസ് അതിനകത്ത് ഉണ്ടായിരിക്കും. നമുക്ക് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ പല മൊഡ്യൂൾസിനെ എല്ലാത്തിനും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ പാക്കേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പാക്കേജസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജ് മാനേജറാണ് പിപ്പ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽസിനകത്തൊക്കെ പ്ലേ സ്റ്റോർ വഴിയൊക്കെ ആപ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പൈത്തണിനകത്ത് മറ്റ് പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പൈത്തണിന്റെ പ്ലേ സ്റ്റോർ ആണ് ഈ പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പാക്കേജ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ VS Code ഓപ്പൺ ചെയ്താലും മതി. അതിനകത്ത് ടെർമിനലില്ലേ, ടെർമിനലിനകത്തേക്ക് പിപ്പ് ഇൻസ്റ്റാൾ, നമ്മൾ തൽക്കാലം പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറയുന്നതാണ് കമാൻഡ്. അതിനുശേഷം നമുക്ക് ഏത് പാക്കേജാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. ഞാൻ തൽക്കാലം റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് ഉണ്ട്, ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, ഈ രീതിയിൽ നമുക്കൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആ പാക്കേജിനെ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്? പിപ്പ് അൺഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. നേരത്തെ ഈ ഒരു കമാൻഡില്ലേ, ഈ ഒരു കമാൻഡിനകത്ത് ഇൻസ്റ്റാളിന് പകരം അൺഇൻസ്റ്റാൾ എന്നാക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ, സക്സസ്ഫുള്ളി അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പിപ്പ് ഉപയോഗിച്ചിട്ട് പാക്കേജസിനെ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിർച്വൽ എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വിർച്വൽ എൻവയോൺമെന്റ്? അതിനു മുന്നേ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പ്രൊജക്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞ പ്രൊജക്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഈ പ്രൊജക്ടിന്റെ ഡിപ്പെൻഡൻസിയിൽ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഫ്ലാസ്ക് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട് വെബ് ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്ന. ഓക്കെ, അങ്ങനെ ഒരു പാക്കേജ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അതിന്റെ വേർഷൻ 2 ആണ് നമ്മൾ പ്രൊജക്ട് എയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നോർമലി നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ എന്ന് കൊടുത്തിട്ട് ഫ്ലാസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണ് സ്റ്റോർ ആവുന്നതെന്ന് അറിയാം. അത് ഗ്ലോബൽ ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ആവുന്നത്. അതായത് ഈ പ്രൊജക്ട് എയ്ക്ക് മാത്രമല്ല മറ്റ് പൈത്തൺ പ്രൊജക്ട്സിനും ആ സെയിം ഫോൾഡർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ സെയിം പാക്കേജ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലാണ് നോർമലി നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ആവുന്നത്. ഓക്കെ, ഇവിടെ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാം. നമ്മൾ എന്ത് ചെയ്തു, പ്രൊജക്ട് എ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊജക്ട് ബി ബിൽഡ് ചെയ്തു. പ്രൊജക്ട് ബി ബിൽഡ് ചെയ്ത സമയത്ത് നമ്മൾ സെയിം ഫ്ലാസ്ക് തന്നെ യൂസ് ചെയ്തു, പക്ഷെ അതിന്റെ വേർഷൻ 3 യൂസ് ചെയ്തു. ഈ വേർഷൻ 3 യൂസ് ചെയ്തപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഷൻ എ എന്ന് ഈ പ്രൊജക്ട് എ എന്ന് പറയുന്നത് വേർഷൻ 3 കോമ്പാറ്റബിൾ അല്ല. അതായത് പ്രൊജക്ട് എ എന്ന് പറയുന്നത് ഇനി മുതൽ വർക്ക് ചെയ്യത്തില്ല, കാരണം അതിന് വേർഷൻ 3 പോരാ, അതിന് വേർഷൻ 2 തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേന് പ്രൊജക്ട് എ ക്രാഷ് ആവും, പക്ഷെ പ്രൊജക്ട് ബി കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വിർച്വൽ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിർച്വൽ എൻവയോൺമെന്റ് ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള വിർച്വൽ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും. അതാകുമ്പോഴത്തേനും അതിനകത്ത് പാക്കേജസ് ഇൻസ്റ്റാൾ ആകുമ്പോൾ ഈ പ്രൊജക്ട് എയുടെ വിർച്വൽ എൻവയോൺമെന്റിനകത്തായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള പാക്കേജസും ഡിപ്പെൻഡൻസീസും ഒക്കെ ഇൻസ്റ്റാൾ ആവുക. പ്രൊജക്ട് ബി നോക്കുന്ന സമയത്ത് അതിന് വേറൊരു വിർച്വൽ എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അതിനുള്ളിലായിരിക്കും അതിന് റിക്വയർഡ് ആയിട്ടുള്ള പാക്കേജസ്. കണ്ടില്ലേ, വേർഷൻ 3 വരുന്നത് ഈ പ്രൊജക്ട് ബിന്റെ സ്വന്തം വിർച്വൽ എൻവയോൺമെന്റിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ വിർച്വൽ എൻവയോൺമെന്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു വേർഷൻ മിസ്മാച്ചിന്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ കമാൻഡ് നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടെർമിനലിൽ പോയിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ കമാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ python-m-venv, അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന പേര് നമ്മുടെ വിർച്വൽ എൻവയോൺമെന്റിന് നമ്മൾ ഏത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് കൊടുക്കാം. ഞാൻ തൽക്കാലം ഇവിടെ myenv എന്നാണ് കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ കൊടുക്കാം. ഈ കമാൻഡ് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടിരുന്ന പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വിർച്വൽ എൻവയോൺമെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊരു ഫോൾഡർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ആ വിർച്വൽ എൻവയോൺമെന്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് അതിനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് കമാൻഡ് ലൈൻ ആണോ യൂസ് ചെയ്യുന്നത്, അതായത് ഏത് ടെർമിനലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കമാൻഡിന് വ്യത്യാസം വരും. നിങ്ങൾ ഇൻ കേസ് വിൻഡോസിന് തന്നെ കമാൻഡ് പ്രോംപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത്
നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ടെർമിനലിലൂടെ പവർ ഷെൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് CMD എന്നോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യത്തെ കമാൻഡ് വേണം ഉപയോഗിക്കാൻ. ഇവിടെ പവർ ഷെൽ ആയതിന്റെ പേരിൽ ഞാൻ ഈ ഒരു കമാൻഡ് ആയിരിക്കും എടുക്കുക. പിന്നെ ലിനക്സിന്റെ കേസിൽ വരുമ്പോഴത്തേനും അതിന് വേറെ രീതിയിലായിരിക്കും കമാൻഡ് വരുന്നത്. ലിനക്സിലോ മാക്കിലോ ആണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കമാൻഡ് വേറെ ആയിരിക്കും. അത് ഇവിടെ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുത്താൽ മതി. നമ്മുടെ പവർ ഷെല്ലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ MyEnv എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ വിർച്വൽ എൻവയോൺമെന്റിന്റെ നെയിം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മുടെ വിർച്വൽ എൻവയോൺമെന്റ് ഇപ്പം ആക്ടിവേറ്റഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വിർച്വൽ എൻവയോൺമെന്റിന്റെ ഉള്ളിൽ നമ്മളൊരു പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പിപ്പ് ഇൻസ്റ്റാൾ, നമുക്ക് ഫ്ലാസ്ക് എന്ന് പറയുന്ന ഒരു പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു വിർച്വൽ എൻവയോൺമെന്റിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വിർച്വൽ എൻവയോൺമെന്റിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ജസ്റ്റ് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു വിർച്വൽ എൻവയോൺമെന്റ് ഇവിടെ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി മുതൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിപ്പും അതുപോലെ തന്നെ വിർച്വൽ എൻവയോൺമെന്റിനെ പറ്റിയിട്ട് പറയാൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ലേണിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.